ഒരാളുടെ ഈമാൻ താഴേ തട്ടിലേക്ക് എത്തിച്ചേരും. ഒരുപക്ഷെ ഈമാൻ ഊരിയെടുക്കപ്പെടുകയും ചെയ്യും. അള്ളാഹുവിൽ അഭയം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് നമുക്ക് ഇപ്രകാരം കാണാം. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം റിവായത്ത് ചെയ്യുന്നു, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഇന്നൽ ഈമാന ലയഖ്ലഖു ഫീ ജൗഫി അഹദികും കമാ യഖ്ലഖു ഥൗബു. തീർച്ചയായും ഈമാൻ എന്നത് ലയഖ്ലഖു ഫീ ജൗഫി അഹദികും, നിങ്ങളിൽ ഒരാളുടെ ഹൃദയത്തിൽ നിന്നും നുരുമ്പിപ്പോകും. കമാ ഏതുപോലെ, യഖ്ലഖു ഥൗബു വസ്ത്രം തുണി നുരുമ്പിപ്പോകുന്നത് പോലെ. ഈ ഹദീസ് സഹോദരങ്ങളെ നമ്മെ ഭയപ്പെടുത്തേണ്ടതുണ്ട്. തുണി, വസ്ത്രം അത് നുരുമ്പിപ്പോകുന്നത് നമുക്ക് കാണാം. അത് പഴകിയാൽ കീറിപ്പോകും, കുറച്ച് കഴിഞ്ഞാൽ അത് ഇല്ലാതെയാകും, അങ്ങനെ നശിച്ചു പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തുണിയെ, വസ്ത്രത്തെയാണ് ഈമാനിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഉദാഹരണം പറഞ്ഞത്. നമ്മിൽ ഒരാളുടെ ഹൃദയത്തിൽ നിന്നും ഈമാൻ നുരുമ്പി പോകുമെന്നാണ്. അതുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, ഫസ്അലുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുക, ദുആ ചെയ്യുക, അൻ യുജദ്ദിദൽ ഈമാന ഫീ ഖുലൂബികും, നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഈമാൻ പുതുക്കി നൽകാൻ. ഈമാനിനെ പുതുക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ. കാലങ്ങൾ അങ്ങ് കഴിയുമ്പോൾ ഹൃദയങ്ങൾക്ക് കാഠിന്യം സംഭവിക്കും, പിന്നീട് ഈമാനിൽ കുറവുകൾ സംഭവിക്കും, ഈമാൻ ദുർബലപ്പെട്ടു പോകും, ഈമാൻ ഇല്ലാതെയായി പോകും. അതുകൊണ്ടാണ് ഈമാൻ അമൂല്യമായ ഒരു നിധിയാണ് എന്ന് പറഞ്ഞത്.